ഞാൻ യൂട്യൂബ് അൽഗോരിതം ഹാക്ക് ചെയ്തു, എനിക്ക് അൽഗോരിതം കംപ്ലീറ്റ്ലി മനസ്സിലായി, ഇനി എൻ്റെ വീഡിയോസ് വൈറലാവും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു പുതിയ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ ചാനലിൽ കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത് 0 തുല്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരുപാട് കുറവ് വ്യൂസ് ആയിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. അതേ സമയം തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോസും കാണാറുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് യൂട്യൂബ് അൽഗോരിതത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷേ ഈ വലിയ ക്രിയേറ്റേഴ്സിന് യൂട്യൂബ് അൽഗോരിതത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഈ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ വലിയ ക്രിയേറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യും, അവർക്ക് മെയിൽ അയക്കും, അല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് ചെയ്തിട്ട് അവരോട് നിങ്ങൾ ചോദിക്കും ഈ യൂട്യൂബ് അൽഗോരിതത്തിന്റെ സീക്രട്സ് എന്താണെന്ന് നിങ്ങളോട് പറ. അതല്ലെങ്കിൽ ഈ യൂട്യൂബ് അൽഗോരിതത്തിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് എങ്ങനെ പെട്ടെന്ന് ഈ ചാനലിനെ ഗ്രോ ചെയ്യാം, അതിനുള്ള സീക്രട്ട് നിങ്ങളോട് പറ. പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യൂട്യൂബ് അൽഗോരിതത്തിനെ കുറിച്ചുള്ള 5 തെറ്റിദ്ധാരണകൾ ഈ പുതിയതായിട്ട് വരുന്ന മിക്ക ക്രിയേറ്റേഴ്സിൻ്റെ മനസ്സിലുണ്ടാവും. ഇതുകൊണ്ട് മാത്രം അവരുടെ ചാനൽ ചിലപ്പോൾ ഗ്രോ ആകത്തുമില്ല. അത് മാത്രമല്ല, ഈ തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണെന്നുള്ളത് പലരും പറയാറുമില്ല. അതുകൊണ്ട് പുതിയ യൂട്യൂബേഴ്സിൻ്റെ മനസ്സിൽ വരുന്ന ഈ 5 തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്, ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ അൽഗോരിതത്തിനോടുള്ള ആ പേടി നിങ്ങളുടെ അങ്ങ് മാറും. അതുകൊണ്ട് നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി ഈ അൽഗോരിതത്തിനുള്ള പേടിയും കാര്യങ്ങളൊക്കെ മാറ്റി നിങ്ങൾ നന്നായിട്ടൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഏറ്റവും ആദ്യത്തെ ഒരു മിത്ത് മിക്ക ന്യൂ യൂട്യൂബേഴ്സിൻ്റെ മനസ്സിൽ വരുന്നത് അൽഗോരിതം എന്നോട് കൂട്ടുകൂടുന്നില്ല, അൽഗോരിതം എന്നെ വെറുക്കുന്നു, അൽഗോരിതം വലിയ ക്രിയേറ്റേഴ്സിനെ മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ, അവർക്ക് മാത്രമേ വ്യൂസ് കോരി കൊടുക്കുന്നുള്ളൂ. ഇതൊരു മിത്താണ്, ഇതൊരു തെറ്റിദ്ധാരണയാണ്. അൽഗോരിതത്തിന് ആരോടും സ്നേഹവുമില്ല, പ്രേമവുമില്ല, അതുപോലെ ആരോടും വെറുപ്പുമില്ല. അൽഗോരിതം വർക്ക് ചെയ്യുന്നത് ഓൺലി ആൻഡ് ഓൺലി നിങ്ങളുടെ ചാനലിലെ എൻഗേജ്മെൻറ്റ്, അതുപോലെ നിങ്ങളുടെ ചാനലിലെ വീഡിയോസിന് കിട്ടിയിരിക്കുന്ന ഓഡിയൻസ് റിട്ടൻഷൻ, ഇത് മാത്രമേ യൂട്യൂബിൻ്റെ അൽഗോരിതം നിങ്ങളെ നോക്കത്തുള്ളൂ. നിങ്ങളുടെ ചാനൽ പുതിയതാണോ പഴയതാണോ, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കുറവാണോ അതോ കൂടുതലാണോ, അതുപോലെ നിങ്ങൾ ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് സത്യമായ കാര്യമാണോ, കള്ളത്തരങ്ങളാണോ, ഫേക്ക് ന്യൂസ് ആണോ, ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കൂടുതൽ റീച്ച് തരുന്നതിന് യൂട്യൂബ് അൽഗോരിതം നോക്കാറില്ല. പക്ഷേ ഇത് ഫേക്ക് ന്യൂസ് ആണോ, കള്ളത്തരങ്ങളാണോ, അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ കണ്ടന്റിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ റീച്ച് തരുന്നതിന് നോക്കത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് യൂട്യൂബിൻ്റെ പോളിസിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് ഉറപ്പായിട്ട് നോക്കും. അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. അൽഗോരിതം നിങ്ങളുടെ വീഡിയോയെ വൈറലാക്കാനായിട്ട് ആദ്യം നോക്കുന്നത് നിങ്ങളുടെ CTR ഒരു 10 മുകളിലുണ്ടെങ്കിൽ, അതുപോലെ ഓഡിയൻസ് റിട്ടൻഷൻ ഒരു 50% മുകളിലുണ്ടെങ്കിൽ, ഒരു 60% 70% ഓഡിയൻസ് റിട്ടൻഷൻ ഉണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ വീഡിയോയ്ക്ക് നന്നായിട്ട് ലൈക്സും കമൻസും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അൽഗോരിതം നിങ്ങളുടെ വീഡിയോ വൈറലാക്കിയിരിക്കും. അതല്ലാതെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളുടെ വീഡിയോസിലൂടെ കള്ളത്തരങ്ങളോ ഫേക്ക് ന്യൂസോ തെറ്റായ കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും യൂട്യൂബ് അൽഗോരിതത്തിന് അറിയേണ്ട കാര്യമേ ഇല്ല. അതൊക്കെ പക്ഷേ വേറെ കാര്യങ്ങളാണ്. പക്ഷേ അൽഗോരിതം ഇവിടെ നോക്കുന്നത് നിങ്ങളുടെ CTRഉം ഓഡിയൻസ് റിട്ടൻഷനും മാത്രമാണ്. അത് നന്നായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അൽഗോരിതം ഉറപ്പായി നിങ്ങളുടെ വീഡിയോസിനെ മുന്നോട്ട് പുഷ് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് വൈറലാക്കാനും പറ്റും. അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ചെറിയ ചാനൽസിനെ അൽഗോരിതം സപ്പോർട്ട് ചെയ്യുന്നില്ല, വലിയ ചാനൽസിനെ ഇഷ്ടപ്പെട്ട് വാരിക്കോരി വീസ് കൊടുക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ ധാരണയാണ്, അതൊരു മിത്താണ്. അങ്ങനെ ഒരു സംഭവമില്ല. ഇനി അടുത്ത വലിയൊരു മിത്ത് പല ആളുകളും വിശ്വസിച്ചിരിക്കുന്നത്, ഞാൻ എവരിഡേ ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യും, അതല്ലെങ്കിൽ പെട്ടെന്ന് കൂടുതൽ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് അൽഗോരിതം എൻ്റെ വീഡിയോസിനെ പെട്ടെന്ന് റീച്ച് തരും, ഞാൻ പെട്ടെന്ന് വൈറലാകുമെന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് തന്നെ പല ആളുകളെ അറിയാം, ഡെയിലി 3 ഷോർട്ട് വീഡിയോസ് വെച്ച് പോസ്റ്റ് ചെയ്യുന്ന പല ആളുകളുമുണ്ട്. ഇത് തെറ്റായ ഒരു ധാരണയാണ്. നമുക്കിവിടെ കൺസിസ്റ്റൻസി വേണം. യൂട്യൂബ് അൽഗോരിതം ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൂടുതൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ്. എന്നും വിചാരിച്ച് നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്ക് ഡെയിലി ഒരു ഷോർട്ട് വീഡിയോ വെച്ച് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ല ക്വാളിറ്റി ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും ബ്രേക്ക് ആവുകയാണ്, നല്ലൊരു ക്വാളിറ്റി ഷോർട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അന്ന് തന്നെ അങ്ങ് വിട്ടേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 2 ക്വാളിറ്റി ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ 2 ലോങ് വീഡിയോസേ പോസ്റ്റ് ചെയ്യാവൂ. അതല്ലാതെ മൂന്നാമതൊരു ലോങ് വീഡിയോ നിങ്ങൾ വെറുതെ എടുത്ത് പോസ്റ്റ് ചെയ്യരുത്. അൽഗോരിതത്തിന് കൺസിസ്റ്റൻസി വേണം. എന്നും കരുതി ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഡെയിലി 3 ഷോർട്ട് വീഡിയോസ് വെച്ച് പോസ്റ്റ് ചെയ്യുന്നതിനോ അല്ല കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നിങ്ങൾ സ്വന്തമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യം ആലോചിക്കുക, ഒരു ലോങ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര സമയമെടുക്കും, അതിനനുസരിച്ച് ഒരാഴ്ചയിൽ നിങ്ങൾക്ക് എത്ര ലോങ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അത് ഏതൊക്കെ ദിവസം നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ഈ ഒരു ഷെഡ്യൂൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നീട് ഈ ഒരു ഷെഡ്യൂൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് എവരിഡേ പോസ്റ്റ് ചെയ്യണമെന്നുള്ളത് അൽഗോരിതം ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. അൽഗോരിതം ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൂടുതൽ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുക, പക്ഷേ ക്വാളിറ്റി കണ്ടന്റ്സ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്വാളിറ്റിയെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒന്നിച്ച് നമുക്ക് മുന്നോട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ടാണ്.
അടുത്ത ഒരു മിത്ത് എന്ന് പറയുന്നത് പല ക്രിയേറ്റേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർ വിചാരിച്ചിരിക്കുന്നത് അവരുടെ വീഡിയോടൊപ്പം ഒരുപാട് ടാഗ്സും ഹാഷ്ടാഗ്സും വാരി വലിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ വ്യൂസ് കിട്ടും, അവരുടെ ആ വീഡിയോ വൈറൽ ആകുമെന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ഞാൻ പലരുടെയും ഡിസ്ക്രിപ്ഷനിൽ തന്നെ കണ്ടിട്ടുണ്ട്, അവർ ആ ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ഹാഷ്ടാഗ്സ് കൊണ്ട് നിറച്ച് വെച്ചിരിക്കുകയായിരിക്കും. അത് എണ്ണി നോക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ നമുക്ക് 1-2 ദിവസം എടുത്തെന്ന് വരാം. അതുപോലെ മറ്റു ചിലർ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് അവർ മറ്റു വലിയ വലിയ ക്രിയേറ്റേഴ്സിൻ്റെ ചാനലിൻ്റെ പേര് ഹാഷ്ടാഗ്സ് ആയിട്ട് അവരുടെ ഈ വീഡിയോടൊപ്പം കൊടുക്കും. നിങ്ങൾ ഈ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും വൈറൽ ഹാഷ്ടാഗ്സ്, വൈറൽ ടാഗ്സ് എന്ന് പറയുന്ന ചില വീഡിയോസൊക്കെ വരും. ആ വീഡിയോ തന്നെ വൈറലായിട്ടുള്ള വീഡിയോ ആയിരിക്കും. കാരണം ഈ ടാഗ്സും ഹാഷ്ടാഗ്സും ഒക്കെ കൂടുതലും കൊടുക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുകയും ചെയ്യും. ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ടാഗ്സും ഹാഷ്ടാഗ്സ് കൊടുത്ത് അവരവരുടെ വീഡിയോടൊപ്പം കൊടുക്കുകയും ചെയ്യാറുണ്ടായിരിക്കും. ഇത് തെറ്റായ ഒരു ധാരണയാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ചിലപ്പോൾ നിങ്ങൾ പറയും അങ്ങനെ കൊടുത്തിട്ട് നിങ്ങളുടെ വീഡിയോസ് വൈറലായിട്ടുണ്ടെന്ന് പലരും പറഞ്ഞെന്ന് വരാം. പക്ഷേ അത് കോയിൻസിഡൻസ് മാത്രമാണ്. അത് നിങ്ങളുടെ ആ വീഡിയോ നന്നായിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ആ വീഡിയോ വൈറലായിട്ടുള്ളത്. ടാഗ്സിനും ഹാഷ്ടാഗ്സിനും നമ്മുടെ വീഡിയോസിന് കൂടുതൽ റീച്ച് തരാനുള്ള ഒരു റോളും അവിടെ ഇല്ല. ഈവൻ നമ്മൾ ഈ ടാക്സ് കൊടുക്കുന്നിടത്ത് യൂട്യൂബ് തന്നെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ടാക്സിന് മിനിമൽ റോളേ ഉള്ളൂ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ വലിയ റോളേ ഇല്ല. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കണ്ടന്റിലാണ്. നിങ്ങളുടെ നല്ല ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കണം. ഒരു നല്ല വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓഡിയൻസ് റിട്ടൻഷൻ നന്നായിട്ട് കിട്ടും. നിങ്ങളുടെ വീഡിയോ അവിടെ വൈറൽ ആവുകയും ചെയ്യും. നിങ്ങൾ യൂട്യൂബിൽ തന്നെ ചില വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, അതിന് ചെറിയ ഒരു ടൈറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് ഡിസ്ക്രിപ്ഷനും ഉണ്ടാവില്ല, ടാക്സും ഉണ്ടാവില്ല, ഹാഷ്ടാഗ്സും ഉണ്ടാവില്ല, ഒരു കുന്തം ഉണ്ടാവില്ല. പക്ഷേ ആ വീഡിയോ വൈറലായിരിക്കും. കാരണം അതിൻ്റെ കണ്ടന്റ് നല്ലതാണ്, നല്ല ഓഡിയൻസ് റിട്ടൻഷൻ ആ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളിവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ കണ്ടന്റ് അടിപൊളിയായിരിക്കണം. അപ്പം നിങ്ങൾക്ക് ഓഡിയൻസ് റിട്ടൻഷൻ നന്നായിട്ട് കിട്ടും. അതുപോലെ നല്ല കീവേഡ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൈറ്റിൽ, കുറച്ചുകൂടെ കീവേഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, അതുപോലെ ഒരു അടിപൊളി തംബ്നെയിൽ, ഇത്ര മാത്രം മതി നിങ്ങളുടെ വീഡിയോസിന് കൂടുതൽ വ്യൂസ് കിട്ടാൻ. അതല്ലാതെ നിങ്ങൾ ടാക്സിലും ഹാഷ്ടാഗ്സിലും മാസ്റ്റർ ഡിഗ്രിയും PhD എടുത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി വളരെ വലിയ ഒരു മിത്ത് പലരുടെയും മനസ്സിലുള്ളത്, വലിയ വലിയ ക്രിയേറ്റേഴ്സിനാണ് യൂട്യൂബ് അൽഗോരിതം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്, ഈ ന്യൂ ക്രിയേറ്റേഴ്സിനെ യൂട്യൂബ് അൽഗോരിതം സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. കാരണം യൂട്യൂബ് അൽഗോരിതം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ന്യൂ ക്രിയേറ്റേഴ്സിനെ തന്നെയാണ്. കാരണം പുതിയ ക്രിയേറ്റേഴ്സിനെ യൂട്യൂബ് അൽഗോരിതം സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കൂടുതൽ ക്രിയേറ്റേഴ്സ് എങ്ങനെയാണ് യൂട്യൂബിൽ വരുന്നത്? ഈ പലരുടെയും മനസ്സിലുള്ള ഈ വലിയ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു സമയത്ത് അവർ ന്യൂ ക്രിയേറ്റർ തന്നെയായിരുന്നു. പിന്നീടാണ് അവർ വളർന്ന് ഇപ്പോൾ ഒരു വലിയ ക്രിയേറ്റർ എന്ന രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പം തന്നെ നിങ്ങൾ യൂട്യൂബിൽ എല്ലാ ദിവസവും മൊബൈലിനെ കുറിച്ചുള്ള വീഡിയോസാണ് കാണുന്നതെങ്കിൽ ഇനി മുതൽ നിങ്ങൾ കാറിനെ കുറിച്ചുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഫീഡിൽ യൂട്യൂബ് ഈ കാറിനെ കുറിച്ചുള്ള പല ക്രിയേറ്റേഴ്സിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് അവിടെ സജസ്റ്റ് ചെയ്യും. ഇതിനുള്ളിൽ ഒരുപാട് വീഡിയോസ് ന്യൂ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് തന്നെയായിരിക്കും. ഇതെന്ന് പറയുന്ന ഒരു പ്രൂഫാണ് യൂട്യൂബ് പുതിയ ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാട്ടിൽ കൂടുതലും യൂട്യൂബ് അൽഗോരിതം സപ്പോർട്ട് ചെയ്യുന്നത് ഈ പുതിയ യൂട്യൂബേഴ്സിനെ തന്നെയാണ്. ഈ ഒരു തെറ്റിദ്ധാരണ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൂടി ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അതായത് ഈ വലിയ ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് ഓൾറെഡി കുറേ എക്സിസ്റ്റിംഗ് ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അവരൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ സ്റ്റാർട്ടിംഗ് സമയത്ത് തന്നെ അവർക്ക് കുറേ വ്യൂസ് അതുവഴി കിട്ടും. പക്ഷേ ഈ സെയിം ടോപ്പിക്കിൽ നിങ്ങളൊരു പുതിയ ക്രിയേറ്റർ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയധികം എക്സിസ്റ്റിംഗ് ഓഡിയൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് കിട്ടുന്ന ആ ഒരു വ്യൂസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇവിടെ നിങ്ങൾക്ക് യൂട്യൂബ് അൽഗോരിതത്തിൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്. ഇതാണ് ഇവിടെ ഒരു മിത്ത് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയായിട്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. കാരണം ഈ വലിയ ക്രിയേറ്റേഴ്സും അവരൊരു പുതിയ ക്രിയേറ്റർ ആയിരുന്ന സമയത്ത് യൂട്യൂബ് അൽഗോരിതം അവരെ ഹെൽപ്പ് ചെയ്ത് അവരുടെ വീഡിയോസിനൊക്കെ വ്യൂസ് കൂട്ടി വന്നിട്ടാണ് അവരിപ്പോൾ ഒരു വലിയ ക്രിയേറ്റർ ആയിട്ടുള്ളത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ 5ാമത്തെ മിത്ത് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു വീഡിയോ നിങ്ങളുടെ വൈറലായി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് അതേ സ്റ്റൈലിൽ തന്നെ അതേ രീതിയിൽ തന്നെ മുന്നോട്ടുള്ള വീഡിയോസും ചെയ്യാൻ നോക്കും. കാരണം നിങ്ങൾക്ക് തോന്നും ഈ യൂട്യൂബ് അൽഗോരിതം എപ്പോഴും ഒരേ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും. അതുപോലെ തന്നെ ചില ആളുകൾ അവരുടെ വീഡിയോ വൈറലായി കഴിഞ്ഞാൽ അവർക്ക് തോന്നും ഞാൻ അൽഗോരിതം ഹാക്ക് ചെയ്തു, എനിക്ക് അൽഗോരിതം കംപ്ലീറ്റ് മനസ്സിലായി. ഒരിക്കലുമില്ല, അൽഗോരിതത്തിനെ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഈവൻ അൽഗോരിതത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഗൂഗിൾ അവരുടെ അൽഗോരിതം പല പ്രാവശ്യം ചേഞ്ച് ചെയ്യുമെന്നുള്ളതാണ്. അത് മാത്രമല്ല ചില സമയത്ത് ഒരു വർഷത്തിൽ തന്നെ അവർ 200-ൽ കൂടുതൽ പ്രാവശ്യം അൽഗോരിതം ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അൽഗോരിതത്തെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് വീഡിയോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിലുള്ള എൻഗേജ്മെൻറ്റ്, അതായത് ഓഡിയൻസ് റിട്ടൻഷൻ, അതുപോലെ നിങ്ങളുടെ CTR, ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ യൂട്യൂബ് അൽഗോരിതം നിങ്ങളുടെ വീഡിയോസിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. നിങ്ങൾക്ക് നല്ല വ്യൂസ് കിട്ടുകയും ചെയ്യും. അതുപോലെ മറ്റൊരു കാര്യം കൂടെ പറയാം, നിങ്ങൾ ഈ സെലക്ട് ചെയ്യുന്ന കണ്ടന്റ്, ആ ടോപ്പിക്കിൻ്റെ ആവശ്യക്കാർ കുറവാണെങ്കിൽ നോർമലി നിങ്ങൾക്ക് അവിടെ വ്യൂസ് കുറഞ്ഞു പോകും. കാരണം യൂട്യൂബ് അൽഗോരിതം പുഷ് ചെയ്തിട്ടും കാര്യമില്ല, എവിടെ കൊണ്ട് എത്തിക്കാനാണ്? ആവശ്യക്കാർ അവിടെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ടോപ്പിക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ബ്രോഡ് ഓഡിയൻസിനെ മനസ്സിൽ വെച്ച് അതിനനുസരിച്ച്
അതിനനുസരിച്ചുള്ള ടോപ്പിക്ക് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ, എങ്കിലേ നിങ്ങളുടെ വീഡിയോസ് അവിടെ വൈറലാകത്തുള്ളൂ. അപ്പോൾ ഇതാണ് യൂട്യൂബ് അൽഗോരിതത്തെക്കുറിച്ചുള്ള 5 തെറ്റിദ്ധാരണകൾ. കാര്യങ്ങളെല്ലാം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ആ തെറ്റിദ്ധാരണ ഇതിലൂടെ നിങ്ങൾ മാറ്റിക്കൊള്ളുക. മാറ്റി നന്നായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ പെട്ടെന്ന് ഗ്രോ ചെയ്ത് മോണിറ്റൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.